ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാമിന് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. ആ ക്വസ്റ്റ്യനാണ് നരേഷൻ. എങ്ങനെയാണ് ഒരു നരേഷൻ എഴുതുക? എന്താ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതരണമാണ്. ഓക്കെ, ഒരു അവതരണമാണ്. അപ്പം നമ്മളിപ്പോൾ കണ്ട ഒരു ഇൻസിഡൻറ്റ് മറ്റുള്ള ഒരാളോട് പറയുന്ന സമയത്ത് അത് അവതരിപ്പിക്കലാണ്. അപ്പം നരേഷൻ എല്ലാ എക്സാമിനും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നരേഷൻ എഴുതേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നരേഷൻ എഴുതുന്ന സമയത്ത് നമുക്കതിനൊരു ഹെഡിങ് ഉണ്ടാകണം. ഓക്കെ, ഗീവ് എ ക്യാച്ചി ആൻഡ് കൺസൈസ് ഹെഡിങ്. ഒരു ക്യാച്ചിയായ അട്രാക്റ്റീവായ ഒരു ഹെഡിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ കാര്യം, യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ, ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ, അതായത് ഇപ്പം ഞാനാണിത് പറയുന്നതെങ്കിൽ, ഞാനാണ് നരേഷൻ അവതരിപ്പിക്കുന്നതെങ്കിൽ ഐ എന്നാണ് പറയുക, അല്ലേ? ഐ സോ, അല്ലേ? അപ്പോൾ ഐ എന്നുള്ള അപ്രോപ്രിയേറ്റ് പേഴ്സണെ അവിടെ ഉപയോഗിച്ചു. ഇനി ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബൈൻ ട്രീയിൽ ദ ബോയ് സോ ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മൊങ്കോസ്. അപ്പോൾ അതിൽ ബോയിയുടെ ആ നരേഷനാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഐ സോ ദ ഫൈറ്റ് ബിറ്റ്വീൻ എന്നാണ്. ഇനി ചില സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ സ്റ്റോറി വായിച്ചതിന് ശേഷം ഈ ഫൈറ്റ് ബിറ്റ്വീൻ ദ മൊങ്കൂസ് ആൻഡ് ദ സ്നേക്കിനെ കുറിച്ച് നിങ്ങൾ വേറൊരാളോട് പറയണം. അപ്പം നമുക്ക് ഐ എന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്താ പറയാൻ പറ്റുള്ളൂ? ദ ബോയ് അല്ലെങ്കിൽ ഹി എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്, യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ, ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് അക്കോർഡൻ വിത്ത് ദ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ അത് മാറ്റി കൊടുത്തിട്ടുണ്ടാകണം. ഇനി അടുത്തത്, ഡിസ്ക്രൈബിങ് ദ സെറ്റിംഗ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. നമ്മൾ ഇതിലെ ക്യാരക്ടേഴ്സിനെ അതുപോലെ തന്നെ എവിടെയാണ് സ്റ്റോറി നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു നറേറ്റീവിൽ പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഗീവ് ആൻ ഇഫക്റ്റീവ് എൻഡിങ്, നല്ലൊരു കൺക്ലൂഷനും അതിന് ഉണ്ടായിരിക്കണം. അപ്പോൾ നരേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ 4 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ ബോയ് വാസ് ത്രിൽഡ് വിത്ത് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് മൊങ്കോസ്. യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഹെഡിങ് കൊടുത്തു, ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്കിതിൻ്റെ സ്റ്റോറി നമുക്ക് ബാക്കി അറിയാവുന്നതാണ്. ഓക്കെ, ബാക്കി സ്റ്റോറി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് സ്റ്റോറി, എന്താണ് ബോയ് അവിടെ നിന്ന് കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹെഡിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ 3 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ആ ഫൈറ്റ് ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മൊങ്കൂസ് ആൻഡ് ദ ഇൻ്റർഫിയറൻസ് ഓഫ് ദ ക്രോ ആൻഡ് ദ മൈന. സോ ഇതൊക്കെ മറന്നു പോരുത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഞാനൊന്ന് പറയാം. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ വിറ്റ്നസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് ദ മൊങ്കൂസ്. ഹി നറേറ്റ്സ് ദ ഫൈറ്റ് സീൻ ടു ഹിസ് ഫ്രണ്ട്. ഇവിടെ നേരത്തെ നമ്മളോട് നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ബോയ് ഹിംസെൽഫ് ആണ്. അപ്പോൾ അവിടെ ഐ എന്നാണ് പറയുക. ഇവിടെ കൃത്യമായിട്ടുള്ള ഹിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസിലി എഴുതാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ had a wonderful experience during his vacation. He narrate the event to his friends. Prepare the likely narrative. ഓക്കെ, ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ലെറ്റർ റൈറ്റിങ്ങിൽ പഠിച്ച അതേ സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ആ സാധനം ഇവിടെയും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 in 1 ആയി. ഇനി അതുപോലെ തന്നെ ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. നറേറ്റ് സം ഓഫ് ദ എക്സ്പീരിയൻസ് ദ ബോയ് ഗോട്ട് ഫ്രം ദ നേച്ചർ. ഇതിനും എല്ലാത്തിനും ഹിൻ്റ് ഉണ്ട്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നറേറ്റീവ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മാർക്ക് കിട്ടാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ് ഇതും. ഈ ക്വസ്റ്റ്യനുകളാണ് ഇതിനു മുമ്പ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലെസൺ എന്ന് പറയുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആണ്. സോ ആഫ്റ്റർ ദ എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക്, ദ ഹോമിയോപാത്ത് റാൻ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ് ആൻഡ് നറേറ്റ് ദ ഇൻസിഡൻറ്റ് ടു ഹിസ് ഫ്രണ്ട്. അതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 ലെസൺ നിങ്ങൾ ഈ നറേറ്റീവിനായിട്ട് ഫോക്കസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് 7 മാർക്കിൽ ഒരു മിനിമം 5 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്.
കൃത്യമായിട്ട് നരേഷൻ പഠിക്കുക. ഓക്കെ, നരേഷൻ നിങ്ങൾക്ക് 7 മാർക്കാണ്. അപ്പോൾ 7 മാർക്ക് കിട്ടാനുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിയല്ലോ, മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.